ഡീസൽ ടാങ്ക് അതിൻ്റെ ഇതിൻ്റെ അടിയിൽ നിന്ന് മാറിക്കില്ല. ഇങ്ങോട്ട് പോയി. മലപ്പുറത്തു നിന്നും ഗവിയിലേക്ക് വിനോദയാത്ര പോയ KSRTC ബസ് കത്തിനശിച്ചു. ചെറുവള്ളി കുന്നത്തുപുഴയിലെ ആറാട്ടുകടവിന് സമീപം വെളുപ്പിന് 4 മണിക്കാണ് KSRTC ബസിന് തീപിടിച്ചത്. 28 യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത്. ബസ് പൂർണ്ണമായും കത്തിനശിച്ചു. യാത്രക്കാർ സുരക്ഷിതരാണ്. പകരം ബസ് പൊൻകുന്നം ഡിപ്പോയിൽ നിന്നെത്തി യാത്രക്കാരെ റാന്നിയിലെത്തിച്ചു. കാഞ്ഞിരപ്പള്ളി ഫയർഫോഴ്സ് തീ അണയ്ക്കുന്നതിന് നേതൃത്വം നൽകി. പടരുന്നത് കണ്ട മറ്റൊരു വാഹനത്തിലെ ഡ്രൈവർ ബസ്സിലെ ഡ്രൈവറെ അറിയിച്ചതുകൊണ്ട് വലിയ ദുരന്തം ഒഴിവാവുകയായിരുന്നു. ബസ് നിർത്തി ഉടനെ തന്നെ യാത്രക്കാരെയെല്ലാം പുറത്തിറക്കിയപ്പോഴേക്കും ബസ്സിൽ നിന്ന് തീ ആളിപ്പടർന്നിരുന്നു. ബസ് പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ്. 3:30 കഴിഞ്ഞാണ് സംഭവം ഉണ്ടാകുന്നത്. ഞങ്ങളൊക്കെ അറിയുന്നത് 4 മണിയായി. കാരണം ഇവിടെ റബ്ബർ വെട്ടാൻ രാവിലെ പോയ ആളാണ് ഞങ്ങളെ വിവരം അറിയിച്ചത്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് സമീപവാസികൾ എല്ലാവരും കൂടെ വന്നായിരുന്നു. അപ്പോൾ തീ ആളി കണ്ടമാനം കത്തി ഫയർഫോഴ്സ് വന്ന് എടുത്തിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഞങ്ങളെ ചോദിച്ചപ്പം അറിയാൻ കഴിഞ്ഞത് ടയർ പിടിച്ച് ലൈനർ പിടിച്ച് ആദ്യമേ പുകയുയർന്നു. മണം വന്നപ്പോൾ വണ്ടി സൈഡിൽ ഒതുക്കി നിർത്തി. അതിനുശേഷം ഇവർ വെളിയിലിറങ്ങി ഇവരുടെ കയ്യിലുള്ള സംഭവങ്ങളെല്ലാം വെച്ച് അവർ ആദ്യത്തെ പുകയെല്ലാം അണച്ചായിരുന്നു. അത് കഴിഞ്ഞ് ആണ് പിന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്. പക്ഷേ ഫയർഫോഴ്സ് വരാനായിട്ട് 3/4 മണിക്കൂർ ലേറ്റ് ആയിരുന്നു. അപ്പോൾ അന്നേരത്തിനും ഫുള്ള് വണ്ടി മൊത്തം തീ ആളി കത്തിയായിരുന്നു. ഇത് ചെല്ലേണ്ട കറക്റ്റ് ടൈമൊന്നുമില്ല. അവിടെ എത്തി രാവിലെ അവിടെ റാന്നിന്ന് പ്രഷപ്പ് കഴിഞ്ഞ് പിന്നെ പോകാനുള്ളതാണ്. അവിടുന്ന് ഗവി പോകാനുള്ള. അല്ല, ഇവരെ കൊണ്ടുപോയി ഇവിടെ അല്ല. അവിടുന്ന് റാന്നി കൊണ്ടുപോയി പ്രഷപ്പ് കഴിഞ്ഞിട്ട് അന്ന് ചെറിയ വണ്ടിയിൽ പോവും. പിന്നെ അവിടുന്ന് തിരിച്ച് ഈ വണ്ടിയിൽ തന്നെ പോരാനുള്ളതാണ്. സംഭവം ഒരു പുക വരുന്നുണ്ടിട്ട് സൈഡാക്കി നിർത്തിയതാണ്. യാത്രക്കാരൊക്കെ ഇറക്കി, പുക വരുന്നുണ്ടപ്പോൾ യാത്രക്കാരൊക്കെ ഇറക്കി സേഫാക്കി. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് വണ്ടി കത്തിയത്. ഈ ചാനൽ റാന്നി.